ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഈന്തപ്പഴം ഉപയോഗിച്ച് ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈന്തപ്പഴം വേണം അതിന്, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, കറിവേപ്പില, പച്ചമുളക്, ഉലുവ, കായം, പിന്നെ കുറച്ച് കടുക്, മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈന്തപ്പഴം കഴുകി അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളിത് കട്ട് ചെയ്തത് ഇങ്ങനെ 2 പീസായിട്ട് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെറുതാക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ചെയ്യാം. നമ്മൾ ഇത്ര 3 കഷ്ണം ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനേലും ചെറുതാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെറുതാക്കാം. നമ്മൾ ചെറുതാക്കിയില്ല. നമ്മൾ നേരെ കുരുകളഞ്ഞ് നെടുകനെ കണ്ടോ അങ്ങനെ പീസാക്കി എടുത്തേക്കാണ് ചെയ്തത്. നമ്മൾ കുറച്ച് കായാണ് എടുത്തേക്കണത്. കായം ചൊറുക്കയിൽ ലയിപ്പിച്ച് വെച്ചേക്കാണ്. ഒരു പാൻ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അത് ചൂടാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഗ്യാസ് കത്തിക്കും. ഇപ്പോൾ ഏകദേശം ചൂടായി കഴിയുമ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 100 ml ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരു 50 ml 20-55 ml ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എടുക്കുന്ന അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് പിടിക്കുക. ഇത് ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കടുക്, കുറച്ച് കടുകാണ് ഇടുന്നുള്ളൂ. കടുകാണ് ഇടുന്നുള്ളൂ. കുറച്ച് ഉലുവ, അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇനി വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി അടയാം. ഏകദേശം ചൂടായി വളരെ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ മുളകൊന്ന് ജസ്റ്റ് വാടിയാൽ മതി, ഇത് കരിയല്ല. അപ്പോൾ ഇത് നമ്മളിലേക്ക് കായം കലക്കി വെച്ചേക്കുന്ന വെള്ളം ഇട്ട് കൊടുക്കാം. തുറക്കാം. പിന്നെ അത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മളിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്കിനി
ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു മണമൊക്കെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുക്കി വരണം. അപ്പോൾ ഇത് ഏകദേശം നന്നായി തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പാകം മതി. ഇതാണ് നമ്മുടെ അച്ചാർ. അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒന്നും പറയാനില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. നമുക്കിത് ചോറിനോടൊപ്പം ചപ്പാത്തിക്കൊക്കെ ഒപ്പം കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.